ഈ ലൈഫിൽ സക്സസ് ആയ ഏതൊരാൾക്കും ഓൽക്കോരെ ബാക്കിൽ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ആയ സ്ട്രക്ചേർഡ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. സോ അപ്പം ഞാൻ പറയാൻ പോകുന്നത് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എന്നെ അറിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബിഷർ. ഞാൻ അങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ്, അതായത് അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളാണ് കൂടുതൽ ഷെയർ ചെയ്യാനുള്ളത്. സെൽഫ് ഗ്രോത്തിനൊക്കെ പറ്റിയിട്ടില്ല കണ്ടന്റുകളാണ് കൂടുതൽ ഷെയർ ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മൈൻഡ് സെറ്റ് എന്താണെന്ന് പറയാം. മൈൻഡ് സെറ്റ് പറഞ്ഞാൽ നമ്മൾ ലൈഫിനെ എങ്ങനെ നോക്കി കാണുന്നു, അതായത് നമ്മളെ ഏത് രീതിയിലൂടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു സ്ട്രക്ചർ, അതിലൂടെ എങ്ങനെ നോക്കി കാണുന്നു, ലൈഫിനെ നമ്മൾ നോക്കി കാണുന്നു, ഏതൊരു മനോഭാവത്തിലൂടെ നമ്മൾ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന സംഭവമാണിത് മൈൻഡ് സെറ്റ്. ആ ഒരു ചിന്താഗതിയാണിത് മൈൻഡ് സെറ്റ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റായ കാരൽ എസ് ഡോക്ക് ഈ മൈൻഡ് സെറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയും, അതായത് മൂപ്പര് ഈ മൈൻഡ് സെറ്റിനെ കുറിച്ച് പഠിച്ച് അതിന് റിസർച്ച് ചെയ്താണ്ട് ഒരു റിപ്പോർട്ട് ഇറക്കിനു. അതിനും പിന്നെ മൂപ്പര് മൈൻഡ് സെറ്റിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഫുള്ള് മൂപ്പര് മൈൻഡ് സെറ്റ് ആണ് ബുക്ക്. ഈ റിപ്പോർട്ടൊന്നും ഈ ബുക്കൊന്നും കിട്ടിയ ഇൻഫർമേഷൻ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് മൂപ്പര് പറയുന്നത് രണ്ട് മൈൻഡ് സെറ്റ് നമ്മുടെ ലൈഫിലുണ്ട്, വേൾഡിന് മെയിൻ ആയിട്ട് ഉണ്ട് പറയുന്നത്. അതായത് ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും രണ്ടാമത്തെ ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഫിക്സഡ് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ ഈ ലൈഫിൽ വലിയ ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഓലിപ്പോൾ എവിടെയാണോ ലൈഫിൽ ജീവിക്കുന്നത് അവിടെ തന്നെ കാര്യങ്ങൾക്ക് വലിയ ഡെവലപ്മെന്റോ വലിയ ഇമ്പ്രൂവ്മെന്റോ ഒന്നും പോലെ ലൈഫിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതായത് ഇത്രേ ഉള്ളൂ, ലൈഫ് ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരെ മൈൻഡ് സെറ്റ് ആണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഒരു മാറാത്തത്, ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത സംഭവം. പിന്നെ രണ്ടാമത്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. വലിയ ലൈഫിൽ എപ്പോഴും ഡെവലപ്മെന്റും കാര്യങ്ങളും ഇല്ല ആൾക്കാരെ കാരണം ഓരോ സ്കില്ലും ഓരോ നോളജ് ഓരോ കരിയർ ഓരോ ഫിനാൻഷ്യലി എന്ത് സംഭവങ്ങളും എപ്പോഴും ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കണേ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ കാര്യം ആര് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. പിന്നെ ഒരു പ്രത്യേക സംഭവം പറയുന്നുണ്ട്, ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ മാത്രമേ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ ലൈഫിൽ ഒരിക്കലും സക്സസ് ആവാൻ പോണില്ല എന്ന് മൂപ്പര് പ്രത്യേകം എടുത്തെടുത്ത് ഓരോ ചാപ്റ്ററിലും മൂപ്പര് പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു 7 ഡിഫറൻസസ് പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ വെച്ചാണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ആ മൈൻഡ് സെറ്റിനെ രണ്ട് തമ്മിലും, അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം നിങ്ങളെ മൈൻഡ് സെറ്റ് ഏതാണ്. ഫസ്റ്റ് ഇതാണ് ബിലീവ് ഇൻ ടാലന്റ്. അതായത് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിലെ ആൾക്കാർ ഒരു വിശ്വസിക്കണം എങ്ങനെയാണെന്ന് വെച്ചാല് ഈ സ്കില്ല് അതുപോലെ തന്നെ ഈ നോളജ് നമ്മളെ ഈ കഴിവ് കാര്യങ്ങളൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റൂല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോൾ എവിടെയാണ് ലൈഫിൽ നിൽക്കുന്നത്, ഏത് ജോലിയാണോ ചെയ്യുന്നത്, നമുക്കിപ്പോൾ അത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സ്കൂൾ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമുക്ക് റോഡ് മാപ്പ് തന്നിക്കൂല, അതിന് ഇങ്ങനെ പോകാൻ അറിയുള്ളൂ. നമ്മൾ കൂടുതൽ ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഹ്യൂമൻ ക്യാപ്പബിലിറ്റി ഉള്ളവർക്ക് അറിയാം, അതിനെക്കുറിച്ച് ചിന്തിക്കൂല. നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാരോ ഓല് വിശ്വസിക്കണം എങ്ങനെ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സംഭവം റെഡി ആക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്ന് കരുതി കഴിഞ്ഞാൽ എന്തോ ഓലെ പണിയെടുക്കും, ഓലെ ഹാർഡ് വർക്ക് കൊടുക്കും. അത് ഓൽക്കറിയാം നമ്മളെ ഡെയിലി 1% വെച്ച് ഒരു സാധനത്തുമേ ഫോക്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതായത് ആ ടാലന്റിനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം ഗ്രോത്ത് മൈൻഡ് സെറ്റില്. രണ്ടാമത്തേന് അവോയ്ഡ് ഫെയിലിയർ. അതായത് ഈ ഗ്രോത്ത് മൈൻഡ് ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ എപ്പോഴും ഈ തോൽവിനെ പോലെ എപ്പോഴും അവോയ്ഡ് ചെയ്യും. അതായത് എന്തെങ്കിലും സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും, ഒരു സംഭവം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കാം ഇതിപ്പോ ഫെയിലിയർ ആവോ, ഇത് ഫെയിൽ ആവോ എന്നാലും ആരും തന്നെ ചിന്തിക്കുക, അങ്ങനെ അതിന് പേടിച്ചു നോക്കും. നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാർ എന്തെങ്കിലും സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ ഫെയിൽ ആക്കിയാൽ ഓക്കെ, ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താവും അതിന് ലേൺ ചെയ്താണ്ട് എന്ത് ചെയ്യും, ഒന്നുകൂടി ബെറ്റർ ആക്കിയാണ്ട് ഒരു ചെയ്യും. മൂന്നാമത്തേണ് ഫീഡ്ബാക്കിങ്. ഈ ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാർ എന്തെങ്കിലും പുതിയ സംഭവം തുടങ്ങിയ ഓലിവസിലെ ബിസിനസ്സോ അല്ലെങ്കിൽ വലിയ പ്രൊഡക്റ്റ് എല്ലാം ലോഗിൻ ചെയ്തിരുന്നോ ഓരോ കസ്റ്റമേഴ്സിനിടന്ന് ക്ലയൻസിനിടന്ന് ഓഡിയൻസിൽ നിന്നൊക്കെ ഓരോ എപ്പോഴും ഫീഡ്ബാക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ഒരു കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഫീഡ്ബാക്കിലൂടെ ഒരു വരുത്തിയ മിസ്റ്റേക്കുകൾ ഒരു പഠിച്ച് അതിന് ഒന്നും കൂടി ഒരു ബെറ്റർ ആക്കാൻ നോക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു സ്റ്റേജിൽ നിന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ആ ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യും, ആ ഓഡിയൻസിനോട് ചോദിച്ചു എൻ്റെ ക്ലാസ് എങ്ങനെയായിട്ടുണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്, ഇനി എന്താ മിസ്റ്റേക്ക് വന്നത്, നമ്മളെ മിസ്റ്റേക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ പറ്റില്ല, മറ്റുള്ളവർക്ക് ഒന്നുകൂടി നമ്മളെങ്ങാട്ടിൽ വീക്ഷിക്കാൻ പറ്റുക, അതിന് മിസ്റ്റേക്ക് ഒന്നുകൂടി വരുന്നുണ്ടാവും റെഡി ആക്കിയാണ്ട് അടുത്ത ചെയ്യുമ്പോൾ എന്താവും ഒന്നുകൂടി ബെറ്റർ ആക്കി ചെയ്യും. നേരെ മറിച്ച് ഫിക്സഡ് മൈൻഡ്സുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്നും നടക്കൂല. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ പോലെ എന്തെയും ആ ചെയ്യുന്ന സംഭവം ഒരാൾ നിർത്തും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരാളൊരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ആളോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീഡിയോന്റെ ക്ലാരിറ്റി കുറവാട്ടോ മറ്റേതാണ് അങ്ങനെ പറയുമ്പോൾ എന്താവും ഓല അതിനെ ഒരു മിസ്റ്റേക്ക് ആക്കി കാണാതെ എന്ത് ചെയ്യും, ഓല അതിന് മിസ്റ്റേക്ക് ആക്കി കാണുമല്ലോ, ഓൻ എന്ത് ചെയ്യും, അവൻ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, ഓനവിടെ ചെയ്യണതും നിർത്തും. നാലാമത്തെയാണ് മറ്റുള്ള അതേഴ്സ് സക്സസ്. അതായത് ഈ ഫിക്സഡ് മൈൻഡ്സുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ ലൈഫിൽ സക്സസ് ആവുന്നത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു അസൂയക്കാരം ഒരു പുറത്തിങ്ങനെ കാണിക്കും, പുറത്തങ്ങനെ ഇങ്ങനെ നമ്മളോട് പറയും A+ ഒക്കെ കിട്ടിയില്ലേ ബിസിനസ് ഒക്കെ തുടങ്ങിയതൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഉള്ളിലുള്ളൊരു അസൂയക്കാരം. നേരെ മറിച്ച്
ഫിക്സഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരോ ഞാൻ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ ഓൽക്ക് ഒന്നും കൂടി മോട്ടിവേഷൻ ആവുക. അതായത് ഓൻ ജയിച്ചാൽ എനിക്കും ജയിക്കണം, ഓൻ എക്സാമിൽ പാസ്സായാലും എനിക്കും പാസ്സായും. അതായത് ഒരു ചിന്തിക്കുള്ളൂ, ഓൽക്ക് കഴിയുന്നുണ്ടെങ്കിൽ എനിക്കും കഴിയും. അതിനൊരു പ്രചോദനമാക്കി അതിനൊരു മോട്ടിവേഷൻ ആക്കിയുള്ളതോ ഓല് കാണും. ഇനി അഞ്ചാമത്തെയാണ് അവോയ്ഡ് റിസ്കസ്. അതായത് ഈ ഫെയിലിയർ ആൾക്കാർ എപ്പോഴും റിസ്കിനെ പേടിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ, ജോലിക്ക് പോകുന്നത് റിസ്ക്കാണ്, ജോലിക്ക് പോകാതൊക്കെ റിസ്ക്കാണ്. ബിസിനസ് തുടങ്ങുന്നത് റിസ്ക്കാണ്, ബിസിനസ് തുടങ്ങാതൊക്കെ റിസ്ക്കാണ്. നമ്മുടെ ലൈഫിൽ വെറുതെ വെക്കുന്നത് റിസ്ക്കാണ്. അതുപോലെ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിസ്ക്കാണ്. ലൈഫ് വരാണ് ഫുൾ റിസ്ക്കാണ്. റിസ്ക് ഇല്ലാതെ നമുക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, കംഫർട്ട് സോണിൽ ഇങ്ങനെ നിൽക്കും. ഈ ഫിക്സഡ് മൈൻഡിലുള്ള ആൾക്കാർ ഏതാണ് ജോലി ചെയ്യുന്നത് ആ ജോലിക്ക് പോകും, കിട്ടുന്ന സാലറി വാങ്ങി അങ്ങനെ അങ്ങനെ തട്ടിമുട്ടി പോകും. ഓല് റിസ്ക് ആണൊന്നും എടുക്കൂല. നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാർ ഓല് എപ്പോഴും ഓരോ റിസ്ക് എടുത്ത് ലൈഫിൽ എവിടെയാണ് റിസ്ക് എടുക്കേണ്ടത് ആ സംഭവം എടുത്ത് അതിന് ഫിനിഷ് ചെയ്ത് പിന്നെ അടുത്ത റിസ്ക് എടുത്ത് അതിനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റത്തേന് ആറാമത്തെയാണ് ഗീവ് അപ്പ്. അതായത് ഈ ഫിക്സഡ് മൈൻഡ്സിലുള്ള ആൾക്കാർ എന്തെങ്കിലും സംഭവം തുടങ്ങി കഴിഞ്ഞാൽ ഒരു വേഗം ഗീവ് അപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതായത് പോയി ജിമ്മിൽ പോയി 2 മാസം കൊണ്ട് ഓരോ ബോഡി നമുക്ക് നോക്കും, അപ്പൊ വലിയ റിസൾട്ട് ഒന്നും ഇല്ലല്ലോ, ഇനിയിപ്പോ എന്തിനാ കുറെ ജിമ്മിൽ പോകണേ, ഓല അവിടെ നിർത്തും. നേരെ മറിച്ച് ഫിക്സഡ് ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാർ ഇതിനൊരു ലോങ് ടേം ആയിക്കാം. ജിമ്മിക്ക് പോകുകയാണെങ്കിൽ 2 മാസത്തിനല്ല പോണത്, അത് ലോങ് ടേമിലേക്ക് പോകും. ഓല് നട്ടുന്നയും ആ റിസൾട്ടിനെ ആക്കും പോലെ കിട്ടുള്ളൂ. ഓൾക്ക് തന്നെ അറിയാം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സക്സസ് ടൈമിങ് ആണല്ലോ. അങ്ങനെ പോലെ എന്ത് ചെയ്യും, ആ ഒരു ഗിവ് അപ്പ് ചെയ്യാതെ പോലെ മൈൻഡ് സെറ്റ് കൊണ്ടുപോകും ആ ഒരു ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാർ. ഈ ലാസ്റ്റത്തേണ് ബ്ലെയിമിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഈ ഫിക്സഡ് മൈൻഡ്സിലുള്ള ആൾക്കാരും ഓലെ ലൈഫിൽ എന്ത് നടന്നാലും ഒരു മറ്റുള്ളവരെ മേലെ ബ്ലെയിം ചെയ്യും. ഓലെ ലൈഫിൽ നടന്നൊന്നും ഓലെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇതിന്റെ കാരണം കൊണ്ടല്ല, എന്റെ സൊസൈറ്റിന്റെ അങ്ങനെ, എന്റെ സൊസൈറ്റി ഇങ്ങനെയാണ്, എന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എനിക്ക് നല്ലൊരു സിസ്റ്റം തന്നില്ല, അതുപോലെ എന്റെ പാരന്റ്സിനെ നല്ല രീതിയിൽ ഇതാക്കിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ ആയത്. മറ്റുള്ളവരിങ്ങനെ എന്ത് കാര്യത്തിനും ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ട്. നേരെ മറിച്ച് ഫിക്സഡ് ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാരും ബ്ലെയിം ചെയ്യൂല ആരും. സംഭവം ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഞാൻ എന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണ്, ഓക്കെ, എന്റെ സംഭവം ശരിയില്ല, അതൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിലും എൻവയോൺമെന്റ് ശരിയില്ല, ചെറുക്കന്മാർ റെഡിയില്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കും. ഓലെന്ത് ചെയ്യും, ആരും കുറ്റം പറയാതെ എന്ത് ചെയ്യും, ഓല അതിമ പണിയെടുക്കും. അതായത് ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും സംഭവം അറിയില്ല, അതിനെക്കുറിച്ച് മറ്റുള്ളവരെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് കുറ്റം പറയാതെ എന്ത് ചെയ്യും, ഓല അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താണ് പണിയെടുക്കും, മറ്റുള്ളവരെ കുറ്റം പറയില്ല. ഇനി അടുത്തൊരു പോയിന്റ് ഒക്കെയാണ് പറഞ്ഞത്, അതായത് നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ദി എൻവയോൺമെന്റൽ ചേഞ്ച്. അതായത് അതിന്റെ സ്റ്റോറി പറഞ്ഞാൽ ആദ്യം. അതായത് ഞാൻ 1 മുതൽ +2 വരെ മലയാളം മീഡിയം പഠിച്ചിരുന്നത്. സ്കൂളിൽ +2 1 മുതൽ +2 വരെ മലയാളം മീഡിയം പഠിച്ചിരുന്നു. അപ്പൊ വലിയ ഇംഗ്ലീഷിനായിട്ട് വലിയ ടച്ച് ഉണ്ടാവില്ല. അപ്പൊ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് വരിക. എനിക്ക് +2 എത്തുമ്പോഴും എനിക്ക് ആകെ എന്റെ പേര് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും അറിയുള്ളൂ, അധികം അറിയില്ല. പിന്നെ +2 കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന്, അതായത് ബാച്ചലർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ആണ് അവിടെ ഫുള്ളി നോട്ട് ഇംഗ്ലീഷിലാണ്, അവിടെ ക്ലാസ് ഇംഗ്ലീഷിലാണ്, അവിടെ ബുക്സ് ഒക്കെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ എന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ആയി. അപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ എന്തായി, അപ്പോൾ പഠിച്ചിട്ട് തുടത്തി, ഇംഗ്ലീഷ് പഠിച്ചിട്ട് തുടത്തി. അതുവരെ ഞാൻ വിചാരിച്ചെന്താ, +2 വരെ ഞാൻ വിചാരിച്ചെന്താ, ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ, ഇത് എനിക്കൊന്നും വെയ്ക്കൂല, അങ്ങനെയാണെന്നൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് നിൽക്കും. ലാസ്റ്റ് ഇതിന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ആയപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്തായി, ഞാൻ പഠിക്കലെടുത്തി, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കലെടുത്തി, എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ സ്പീക്ക് ചെയ്യാനൊക്കെ ഞാൻ പഠിക്കലെടുത്തി. അപ്പൊ എന്തായി, എന്റെ മൈൻഡ് സെറ്റും ചേഞ്ച് ആയി. എന്ത് അപ്പൊ എനിക്കും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണോ ഇപ്പൊ ഉള്ളത് ആ മൈൻഡ് സെറ്റ് നമുക്ക് നല്ലോണം കിട്ടും. അത് ഞാൻ അതിൽ കൂടുതൽ നല്ലോണം വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങളിപ്പോ ആരുടെ കൂടെയാണ് നിൽക്കണേ ഓല ആ ഒരു സ്വഭാവം, ഓല ആ ഒരു മൈൻഡ് സെറ്റൊക്കെ നമുക്ക് കൂടുതൽ കിട്ടണം. പിന്നെ 2 ദി ഔട്ട്കം ബേസ്ഡ് ചേഞ്ച്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു കാര്യത്തുമ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് മാറും. അതായത് ഇപ്പൊ നിങ്ങൾ ജിമ്മിൽ പോയി, ഒരാൾ ജിമ്മിൽ പോയി, ആളൊരു ഫാറ്റൊക്കെ ആയിട്ടുള്ള ആളായിരുന്നു, കുറെ ഫാറ്റൊക്കെ ആയിട്ടുള്ള, അപ്പൊ ആളെ ഫാറ്റൊക്കെ കുറച്ച് ഒരു നല്ല സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ എഴുതിയാണ് മുപ്പര് ജിമ്മിൽ പോയി. എന്നിട്ട് മുമ്പർക്ക് പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റി. മുപ്പര് ഉദ്ദേശിച്ച സമയത്തിൻ്റെ ഉള്ളിൽ മുപ്പർക്ക് റിസൾട്ട് കാണാൻ പറ്റി കഴിഞ്ഞാൽ മുപ്പരെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അതായത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, പണിയെടുത്തു കഴിഞ്ഞാൽ, വർക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവിടെ നമ്മളെ മൈൻഡ് സെറ്റ് മാറും. ഇനി ലാസ്റ്റത്തേന് ദ ഫെയിലിയർ ബേസ്ഡ് ചേഞ്ച്. അതായത് ആരെങ്കിലും നമ്മളിപ്പോ ഒരു സംഭവം തുടങ്ങി അതിന് തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നെ നമ്മളെ മൈൻഡ് സെറ്റ് എവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ, നമ്മളെ കളിയാക്കുമ്പോൾ എന്താവും, നമ്മളെ ഈഗോന്റെ പുറത്ത് നമ്മളെ മൈൻഡ് സെറ്റ് മാറും. ഇപ്പോൾ റൊണാൾഡോന്റെ ഒക്കെ മാച്ചിലൊക്കെ കണ്ടല്ലോ, നമ്മള് ചാലഞ്ചിനെ ഏറ്റെടുത്തോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റിനകത്ത് ഞമ്മക്ക് വിഷയം ഉണ്ടാവില്ല. അപ്പൊ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നുണ്ടാവും. അതിന്റെ വാശി പുറത്ത് നമ്മളെ മൈൻഡ് സെറ്റ് മാറിങ്ങാണ്ട് വാശിയോടെ എന്താവും നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനത്തെ നമ്മളെ മൈൻഡ് സെറ്റ് മാറും. ഇപ്പൊ സോത്രമുള്ള മൈൻഡ് സെറ്റ് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ലൈഫിൽ. കാരണം ഇതില്ലാതെ ഒന്നുമില്ല, അതൊരു ഫൗണ്ടേഷൻ ആണ് നമ്മുടെ ലൈഫിൽ. ഏത് സക്സസിന്റെ ആയാലും അത് ഏത് ഫെയിലിയറിനായാലും സംഭവത്തിന്റെ ഒക്കെ കാരണം മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ലൈഫിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്.
സോ ഫസ്റ്റ് ഫിക്സ് യുവർ മൈൻഡ് സെറ്റ്, യുവർ ലൈഫ് ഈസ് അലൈൻ വിത്ത് യുവർ മൈൻഡ് സെറ്റ്. സോ അപ്പത്രേ ഉള്ളൂ. സി യു ഇൻ ദി അനദർ വീഡിയോ.